ഹായ് ഹലോ, ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ബീഫും ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടും കുറച്ച് വർത്താനം പറഞ്ഞാലോ. ഞാൻ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഡിഗ്രിക്ക് പഠിച്ച സമയത്താണ് ട്രോമ എന്ന് പറയുന്ന വേർഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. സൈക്കോളജി സ്റ്റുഡൻസ് ആയ എന്റെ ഹോസ്റ്റൽ ഫ്രണ്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് വേർഡ്സ് ഇങ്ങനെ പറയായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ മീനിങ് അറിയത്തില്ല. പിന്നെ ഞാൻ പഠിച്ചിരുന്ന ലിറ്ററേച്ചർ സ്റ്റോറീസിലും ഈ വേർഡ്സ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കണ്ടിരുന്നു. പിന്നെ സൈക്കോളജിയുടെ അരികും മൂലമൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വേർഡിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ട്രോമാസ് എല്ലാവരുടെ ലൈഫിലുള്ള നമ്മൾ ഇമോഷണലി തകർക്കാൻ കഴിവുള്ളതായിരിക്കാം ഈ ട്രോമാസ് എല്ലാം. അത് നമ്മളെ ലൈഫ് ടൈം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. എത്ര കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അതുണ്ടാവും. ഞാൻ പറയുന്നത് ശരിയാണോ, അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഇതേപോലുള്ള ട്രോമാസിനൊക്കെ റിസൾട്ടാണ്. നമുക്കത് വരുന്നത് വരെ കൃഷ്ണപ്രഭ പറഞ്ഞ പോലെ പണ്ടത്തെ വട്ടും തമാശയൊക്കെയാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോഴാണല്ലോ അതിന്റെ സത്യാവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടു. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.